ഖാംനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി ക്ഷണം കൈമാറിയതായാണ് വിവരം. ജൂലൈ ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ ഏത് തലത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും ചർച്ചകൾ നടത്തിവരികയാണ്. പ്രധാനമന്ത്രി നേരിട്ട് പോയില്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരോ ഒരു കേന്ദ്രമന്ത്രിയോ ഉൾപ്പെടുന്ന സംഘത്തെ അയക്കാനാണ് നിലവിൽ സാധ്യത. ഇറാനുമായുള്ള പരമ്പരാഗത ബന്ധവും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന കൂട്ടുകെട്ടും ഒരുപോലെ നിലനിർത്തേണ്ടി വരുന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്നത്. സമീപകാലത്തായി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം വളരെ ശക്തമാണ്. ഒപ്പം അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയുടെ ആഗോള വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ അതിർത്തിയിലും സമാധാനം നിലനിർത്താനും ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികൾക്കും ഇന്ത്യക്ക് ഇറാന്റെ സഹായം വേണം. ഈ സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുത്താൽ അത് അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രകോപിപ്പിച്ചേക്കാം. വിട്ടുനിന്നാൽ അത് ഇറാന്റെ അതൃപ്തിക്കും കാരണമാകും. യുദ്ധ സാഹചര്യങ്ങളും സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തി മാറ്റിവെച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 മുതൽ ജൂലൈ 9 വരെ വിപുലമായ രീതിയിലാണ് ഇറാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ജൂലൈ 4-5 തീയതികളിൽ തെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല കോംപ്ലക്സിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ തെഹ്റാനിലും പവിത്ര നഗരമായ ക്വാമിലും വിലാപയാത്രകൾ നടക്കും. തുടർന്ന് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 9-ന് ഖാംനയുടെ ജന്മനാടായ മഷാദിലെ പ്രശസ്തമായ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിൽ അതീവ സുരക്ഷിതമായ കേന്ദ്രത്തിലാണ് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്.